ശ്രീ സേനാപതി വേണു, അതങ്ങനെയാണ്. ആ കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഇവിടെ ബി.ജെ.പിയുടെ പ്രതിനിധി സംസാരിച്ചത്. പാലക്കാട് നഗരസഭയിൽ കൃത്യമായ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുകയും നിങ്ങളുടെ സ്വാധീന മേഖലകളിൽ അവിടെ വോട്ട് രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെയൊക്കെ അവിടെ കെട്ടിയിറക്കിയ ഒരു സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അല്ല, അത് നിൽക്കട്ടെ. അല്ല, അവിടെയല്ല ഞാൻ ചോദിക്കുന്നത്. കോഴിക്കോടുകാരൻ റാന്നിയിൽ വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതൊക്കെ കെട്ടിയിറക്കലല്ല. ഡൽഹിയിൽ നിന്നുള്ളയാള്, ബാംഗ്ലൂരിൽ നിന്നുള്ളയാള് തിരുവനന്തപുരത്ത് വരുന്നത് അതൊക്കെ കെട്ടിയിറക്കലല്ല. ആലപ്പുഴയിൽ നിന്ന് ഒരാൾ വന്ന് മലമ്പുഴയിൽ മത്സരിക്കും, അതൊക്കെ രാഷ്ട്രീയം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് പോലും പാലക്കാട് DCC മുന്നോട്ട് വെച്ചിട്ടിരുന്നില്ല. അല്ല, നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ള വിഷയം, ഇപ്പോ ബഹുമാന്യായ യുവരാജ് ഗോകുൽ പറഞ്ഞ ഈ പട്ടണ മേഖലയിൽ, അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വോട്ട് കുറവുണ്ടായ പ്രദേശങ്ങളിൽ പരമാവധി വോട്ട് സമാഹരിക്കാനും ആ വോട്ടുകൾ പോൾ ചെയ്യിക്കാനും വേണ്ടിയുള്ള നടപടി. അങ്ങനെയാണ് ഈ സിറ്റി മേഖലയിൽ പോളിംഗിന്റെ, അതായത് അർബൻ ഏരിയയിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കാൻ കാരണം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കുണ്ടായ കുറവ് നികത്തുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിയ കഠിന പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അതല്ലാതെ ആരെങ്കിലും പ്രത്യേകമായിട്ട് വന്ന് BJPക്ക് വോട്ട് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ 23-ാം തീയതി ഒരു 11 മണി വരെ ഈ വാദഗതികളൊക്കെ ഉയർത്താം. എന്താ സാറേ വോട്ട് കുറയാനുണ്ടായ സാഹചര്യം? ഞങ്ങളുടെ ശക്തി വലിയ ബഹുമാനമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങ് വളരെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ഡേറ്റ വെച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പല ചർച്ചകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പക്ഷേ പിരായിരി പഞ്ചായത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ ലീഡ് കിട്ടിയ പഞ്ചായത്ത് പിരായിരി ആയിരുന്നു. ഞങ്ങളുടെ വോട്ട് വന്നതേ, ഞങ്ങളുടെ വോട്ട് അവിടെ വന്നു. ഞങ്ങളുടെ വോട്ട്, ഞങ്ങൾക്ക് സമാഹരിക്കാനുള്ള വോട്ട് ഞങ്ങൾ അവിടെ സമാഹരിച്ചെന്നേ. അത് നിങ്ങൾക്കൊരു പക്ഷേ വോട്ടുണ്ടായിട്ടില്ല. കാരണം ഇവിടെ മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം മെട്രോമാൻ മത്സരിച്ചപ്പോൾ ഉണ്ടായ അതൊരു എന്താ നമ്മൾ ഈ പൊളിറ്റിക്സ് നമ്മൾ പറയല്ലോ, ഒരു ജനറൽ ബൂം. അത് അങ്ങനെ ഒരു മഹത്തായ ഒരു വ്യക്തി. കഴിഞ്ഞ പ്രാവശ്യം മെട്രോമാൻ മത്സരിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ബൂം ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പക്ഷത്ത് ഇത്തവണ ഷാഫി അല്ല, അത് നിങ്ങൾ ഓർക്കണം. ഇത്തവണ ഷാഫി അല്ല മത്സരിക്കുന്നത്. ഷാഫിക്ക് അവിടെ വലിയ രീതിയിലുള്ള ജനകീയ അടിത്തറ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മെട്രോ മാനേജർ അദ്ദേഹം ജയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ്. ഷാഫി അല്ല അവിടെ ഉള്ളത്. അല്ല, ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തും അപ്പൊ അത് ക്യാൻസൽ ആയി പോകുന്ന ഒരു വിഷയമാണ്. മെട്രോ മാൻ എന്ന് പറയുന്ന ഫാക്ടർ നിങ്ങൾ പുട്ടപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷാഫി എന്ന് പറയുന്ന ഒരു ഫാക്ടറും അവിടെ ഇല്ല. അപ്പൊ ഇത് ക്യാൻസൽ ആയി പോവുകയാണ് ആ ഒരു കാര്യം. അത് ക്യാൻസൽ ആയാലും ഈ ഗവൺമെന്റിനെതിരെ നിൽക്കുന്ന വലിയൊരു ജനവികാരവും കൂടിയുണ്ട്. അതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിട്ട് പറഞ്ഞത്. അത് ഇടതുപക്ഷത്തെ, ഇപ്പോ സുരേന്ദ്രന്റെ ബഹുമാന്യായ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തുമാകട്ടെ, ഇടതുപക്ഷം വളരെ ദയനീയമായി ഈ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ, ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണ്. നമ്മുടെ മുന്നിൽ 48 മണിക്കൂറുകൾ അങ്ങനെ നിൽക്കുകയാണ്. ഇതിനിടയിൽ എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. BJP സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ, അത് അദ്ദേഹം എന്തുദ്ദേശിച്ചാണ് അദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞത്, ഇത്തരത്തിൽ UDF 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നത് പറഞ്ഞതിന്റെ കൃത്യമായ കാരണങ്ങൾ അദ്ദേഹം തന്നെ പുറത്തേക്ക് പറയാൻ സാധ്യതയുണ്ട്.